എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: ധനധാന്യ പ്രയോഗേഷു വിദ്യായ സംഗ്രഹേഷു ച ആഹാരേ വ്യവഹാരേ ച ത്യക്തലജ്ജാ സുഖീ ഭവേത്. ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും നിയോഗങ്ങളിലും വിദ്യ ആഹാരകാര്യത്തിലും ഇടപെടലുകളിലും ആരാണോ ലജ്ജയെ ത്യജിക്കുന്നത് അവൻ്റെ ജീവിതം സുഖകരമായിരിക്കും. ഇവിടെ ലജ്ജ എന്ന വാക്കിന് മലയാള ഭാഷയിൽ ലജ്ജ എന്നർത്ഥമില്ല. മാറി നിൽക്കുക, പിന്തിരിഞ്ഞു നിൽക്കുക, ശ്രദ്ധ കാണിക്കാതിരിക്കുക എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം. ധാന്യപ്രയോഗം എന്നാൽ കാർഷിക വൃത്തിയും സാമ്പത്തികമായ കാര്യങ്ങൾ, ധനത്തിൻ്റെ വരവ് ചെലവ് കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ, ഇതൊക്കെ വേണം. പൈസ കണക്ക് നോക്കുന്നവൻ എന്ന ആക്ഷയം വന്നാലും കൃത്യതയിൽ നിന്ന് പിന്മാറരുത്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ധനം ചെലവഴിക്കാം, പക്ഷേ വരവിനൊത്ത് ചെലവ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വരവറിയാതെ ചെലവ് ചെയ്താൽ പെരുവഴി തന്നെയാണ് ശരണം എന്ന് പൂർവികർ പറഞ്ഞത് വെറുതെയല്ല. കണക്ക് പറയുന്നതിൽ മടി കാണിക്കേണ്ടതില്ല എന്നർത്ഥം. ധാന്യപ്രയോഗം എന്നാൽ ധാന്യം വിതക്കൽ, ഉപയോഗം എന്നിവ. കാർഷിക കാര്യങ്ങളിൽ ശ്രദ്ധ, അതിനോട് മുഖം തിരിക്കാതിരിക്കുക. കാർഷിക വൃത്തിയിലുള്ളതായ അശ്രദ്ധ നമ്മുടെ കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിയതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജ്ഞാനസമ്പാദനത്തിന് ഒരുങ്ങുന്നവർക്കും ലജ്ജ വേണ്ട. ഇവിടെ ലജ്ജ എന്നാൽ അലസത എന്നാണ് അർത്ഥം. അലസസ്യ കുതോ വിദ്യ എന്നാണ് പ്രമാണം. അലസന് എവിടെ നിന്ന് വിദ്യ ഉണ്ടാവും എന്നർത്ഥം. അതുപോലെ ആഹാരാദി കാര്യങ്ങൾ മറ്റുള്ളവരുടെ അഭിരുചിക്കനുസരിച്ചല്ല, സ്വ ആരോഗ്യത്തിനനുസരിച്ചുള്ള ആഹാരക്രമം നമ്മൾ ശീലിക്കുക. വ്യവഹാരമെന്നാൽ പരസ്പരമുള്ള ഇടപെടൽ. സാമൂഹിക ജീവിതത്തിൽ പരസ്പരമുള്ള ഇടപെടലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഗുണഗണങ്ങളെല്ലാമുള്ള വ്യക്തി ജീവിതത്തിൽ സുഖം അനുഭവിക്കും. നന്ദി, നമസ്കാരം.